ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റവ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ഈ പഞ്ചസാര ഇതിൽ നന്നായിട്ട് യോജിക്കുന്നവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കിയിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര നല്ലോണം അലിഞ്ഞ് ചേർന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കണം. റവ 1 കപ്പ് മൊത്തമായിട്ട് ഒരുമിച്ച് അങ്ങ് ഇടരുത്. ആദ്യം നമുക്ക് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പകുതിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പകുതിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചപ്പോൾ ഈ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മളെ സൗകര്യം അനുസരിച്ചിട്ട് കൊടുക്കാം. മീഡിയത്തിനേക്കാളും കുറച്ചുകൂടി ഫ്ലെയിം കുറയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. കാരണം ഇത് നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഇത് ഒരുപാട് സമയമൊന്നും എണ്ണയിൽ വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെട്ട് കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഏകദേശം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാനിത് കൈകൊണ്ട് ഇടുന്നത് കാണിക്കാം. കൈകൊണ്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ചായ തിളയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പലഹാരം തന്നെയാണ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള ടേസ്റ്റി പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.